അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടില്ല. നമ്മുടെ ജെസ്സിയുടെ മരണം നമ്മളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർമാർ വരെ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതീക്ഷ അവൾ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നൊരു തോന്നൽ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ എന്നാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പിന്നെ മരുന്നുകളോടൊന്നും പ്രതികരിക്കണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഇനി എന്തായിരിക്കണാവോ എന്നുള്ളത്. അവളുടെ അവളോട് ഇത്രയും ഇത് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ വീഡിയോ ഉണ്ടല്ലോ, അവളുടെ ലാസ്റ്റത്തെ ഒരു വീഡിയോ അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ജീവിക്കണം, എനിക്ക് എന്താ പറയുക, എല്ലാവരെയും പോലെ നടക്കണം, സംസാരിക്കണം, എനിക്ക് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ മനസ്സിൽ നിന്ന് പോണില്ല കേട്ടോ. ആ ഉള്ള ഒരു പറച്ചിൽ എന്താ പറയുക, മനസ്സിൽ നിന്ന് അങ്ങോട്ട് മായണില്ല. അതുകൊണ്ട് ആണ് ഭയങ്കര വിഷമമായ ആ ഒരു സന്ദർഭം നമ്മളെ തന്നെ വല്ലാതെ അങ്ങോട്ട് വിഷമിപ്പിച്ചു. പിന്നെ ആഷിഖിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഭർത്താവിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പുണ്യം ചെയ്യണം. അത്രയും നല്ലൊരു ഭർത്താവാണ് ആഷിഖ്. എന്താ പറയുക, ഇങ്ങനത്തെ എത്ര ഒരു ബുദ്ധിമുട്ടിയിട്ടും എത്ര കാശില്ലാണ്ട് കിടന്ന് ഇടങ്ങറായിട്ടും അവൻ കൈവിടാതെ മരണം വരെ കൊണ്ട് നടന്നു. അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കലും അവിടേക്ക് ഇവിടേക്കൊക്കെ കൊണ്ടുപോകലും. അവരുടെ വീഡിയോ ഓരോ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ വാപ്പില്ലാതെ വളർന്നൊരു കുട്ടിയാണ്. അധികം എന്താ പറയുക, വീട്ടിലൊന്നും വലിയ കാര്യമായിട്ടുള്ള സാമ്പത്തികാവസ്ഥയോ ഒന്നുമില്ല. നമ്മളെപ്പോലെയൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു സഹോദരീനെ പോലെയാണ് കണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മരിച്ചു എന്നുള്ളത് കേട്ടപ്പോൾ ഞാൻ രാത്രിയാണ് മരിച്ചത് തോന്നുന്നുണ്ട്. 12 മണിയാകുമ്പോൾ ഞാൻ രാവിലെ ഞാൻ കണ്ടത്. കണ്ടപ്പോൾ എന്താ പറയുക, ഒന്നും ആകെ കൂടിയിട്ടാകെ സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് നമ്മൾ വീഡിയോ ഇടാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. പിന്നെ കുഞ്ഞാൻ്റെ ഉമ്മ മരിച്ചിട്ടും ഇതുപോലെ തന്നെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. എന്താ ചെയ്യുക, നമ്മൾക്ക് പടച്ചോന് ഇഷ്ടമുള്ളവരനൊക്കെ വേഗം കൊണ്ടുപോകും എന്ന് പറയുന്നത് സത്യമായിരിക്കും. ഇനി നാളെ നമ്മളും ഇതുപോലെയൊക്കെ പോകേണ്ട ആൾക്കാരാണ്. പടച്ചോനെ അവളുടെ ഖബർ എന്തായാലും വിശാലാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ കുഞ്ഞാൻ്റെ ഉമ്മ നമ്മളെന്നും മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. പിന്നെ എന്താ പറയുക, ആഷിഖിന് മനസ്സിന് നല്ലൊരു ക്ഷമ കൊടുക്കട്ടെ. ഭയങ്കര സങ്കടം ഉണ്ടാവും ആഷിഖിന് മാത്രമല്ല, അവളുടെ ഉമ്മാക്ക് ഇനി ആരുമില്ല. ആകെ ഒരു മോളല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അവൾ പോയില്ലേ. അപ്പോൾ ഉമ്മയുടെ മനസ്സിനും നല്ലൊരു ക്ഷമ പടച്ചോൻ കൊടുക്കാതിരിക്കില്ല, കൊടുക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. കുറേ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് ലോകത്ത് നിന്ന്. ഇനി അവിടെ ചെന്നിട്ടേലും അവൾ എന്തായാലും സ്വർഗത്തിൽ തന്നെ ആയിരിക്കും, നമുക്ക് വിശ്വസിക്കാം. സ്വർഗത്തിൽ തന്നെ ആയിരിക്കും. ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ അവൾ വന്ന കാരണമാണ് നമുക്ക് അവളെ കണ്ടതും അവരുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലായതും നമ്മളെല്ലാവരും ഒരുപോലെ ദുആ ചെയ്തതും. അങ്ങനെ ഒരു ഉപകാരം ഇതിലൂടെ ഉണ്ടായിട്ട് അവൾക്ക് ഒരുപാട് പേരുടെ ദുആ കിട്ടി. അതുകൊണ്ട് തന്നെ ഖബർ ജീവിതം എന്തായാലും സുഖത്തിലായിരിക്കും എന്ന് നമുക്ക് അങ്ങനെ തേടാം. പടച്ചവനോട് ആത്മാർത്ഥമായിട്ട് തന്നെ നമുക്ക് തേടാം. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ എന്താ പറയുക അല്ലേ. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ശില്പ ഉണ്ടല്ലോ, അവൾ പറഞ്ഞു നമുക്ക് ചിക്കനും പൊറോട്ടയും വേണ്ടിയിട്ട് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ ചിക്കൻ മേടിച്ചു, ഒരാൾ പൊറോട്ട മേടിച്ചു. അങ്ങനെ ഞങ്ങൾ പൊറോട്ടയും ചിക്കനും കൂടിയിട്ട് വെക്കുകയാണ് കേട്ടോ. പൊറോട്ട വാങ്ങിക്കുകയും ചെയ്ത് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് മേടിക്കട്ടെ ചെയ്ത്. കറിയൊന്നും മേടിച്ചില്ല, ചിക്കൻ മേടിച്ചു. അപ്പോൾ അവർ ചിക്കൻ മേടിച്ചു, ഞങ്ങൾ പൊറോട്ട മേടിച്ചു കേട്ടോ. എന്നിട്ട് ആ ചിക്കനും വാങ്ങിച്ചു വന്നത് ഞാനാണ്. അനീഷിന് ഓട്ടം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വാങ്ങിച്ചത് ഞാനാണ്. അപ്പോൾ അവൾ ഡാൻസിന് പോയി കേട്ടോ. ഇവിടെ പൂരമാണ്, ഈ മാസത്തിൽ തന്നെ പൂരമുണ്ട് ഇവിടെ. 14-ാം തീയതി തോന്നുന്നു. അപ്പോൾ പൂരത്തിനുള്ള ഡാൻസ് പഠിക്കുന്നുണ്ട് അവർ. അപ്പോൾ അവൾ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അവൾ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം കാത്തുനിന്നു, കറി വെക്കാണ്ട്. അവളെന്നെ കാണാനില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ വെച്ചു. വൈകുന്നേരം ആവില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ കറിയൊക്കെ വെച്ചു കേട്ടോ. അപ്പത്തിനും കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കാണ് മൂപ്പര് വന്നത്. കുട്ടികളായാലും പിന്നെ ചെറിയ കുട്ടികൾ, അവളെന്നെ കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇത്തിരി വലിയ കുക്കറിൽ തന്നെ ഉണ്ടാക്കി. എന്താ വെച്ചാൽ മറ്റേ കുക്കർ കഴുകുകയൊക്കെ വേണം, അതിൽ കറിയാണ്. അപ്പോൾ അത് ഒഴിവാക്കണ്ടേ എന്നുള്ളൊരു മടി കൊണ്ട് നമ്മൾ വലിയ കുക്കർ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട്. പിന്നെ പൊറോട്ടയിലേക്ക് ചാറ് വേണമല്ലോ, അപ്പോൾ മറ്റേ കുക്കറിൽ തികയൂല. അപ്പോൾ പിന്നെ കറിയൊക്കെ വെക്കുന്നതൊന്നും പിന്നെ കാണിച്ചില്ല. അപ്പത്തിനും ആൾ വന്നു. കരൾ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. കരൾ ഭയങ്കര ഇഷ്ടമാണ് ഇറച്ചിയിൽ. അപ്പോൾ അതാണ് ഇരുന്ന് തപ്പണത്.
അപ്പോൾ കുട്ടികളെല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് അങ്ങനെ കഴിച്ചു. പിന്നെ ചെറുതിനെ ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ അവൾ വന്ന് ലാലാലിക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അവളും അവിടെ ഇരുന്നിട്ട് അങ്ങനെ കഴിച്ചു. ലാലാലി എന്ന് പറയുന്നത് അവളുടെ മോള് കേട്ടോ. അവളെ എല്ലാവരും ലാലാലി എന്നാണ് വിളിക്കണത്. അപ്പോൾ ഞാൻ പറയുകയാണ്, വെക്കാനൊന്നും വന്നില്ല, ഭക്ഷണം കഴിക്കേണ്ട നേരത്തെ എത്തി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതാണ് അവൾ കൈ കൂപ്പണത്. അപ്പോൾ ചെറുത് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയായിരുന്നു ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ. പിന്നെ ഇന്ന് രാവിലെ കുട്ടികളെയൊക്കെ വിട്ടതിന് ശേഷം കുറച്ച് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ തോരിടാൻ വേണ്ടിയിട്ട് നിന്നു. ഇപ്പോഴും എനിക്ക് അവളുടെ വീഡിയോ നമ്മൾ 2-3 അടുപ്പിച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് മേലേക്ക് നമുക്ക് യൂട്യൂബ് തുറക്കുമ്പോൾ അവരുടെ വീഡിയോയിൽ കാണുന്നത്. അത് കാരണം എപ്പോഴും കണ്ടിട്ട് എൻ്റെ മുഖത്ത് ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഇത് കാണാം. ഇന്നലെ ചിക്കനും പൊറോട്ട ഒക്കെ ഉണ്ടാക്കിയെന്നുള്ളൂ. പക്ഷേ എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് മനസ്സിൽ നിന്ന് അത് പോകുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര വിഷമം തന്നെയായിരുന്നു. പിന്നെ അപ്പോൾ പിന്നെ അവരുടെ കാര്യം ആലോചിക്കാണ്ടല്ലേ, നമുക്ക് ഇത്ര വിഷമം ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലുള്ള ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. അങ്ങനെ നമ്മൾ തോരടലൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ ആകെ പൊടിയാണ്. എത്ര അടിച്ചെടുത്താലും പിന്നെയും കാലിൻ്റെ ഇടയിൽ ഇങ്ങനെ പൊടി ആവും കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് അടിച്ച് കഴുകുകയാണ്. അടിച്ച് കഴുകലൊക്കെ അങ്ങനെ ഇതായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ നടന്ന് വരുന്നുണ്ട് ഞങ്ങൾ സ്പീഡാക്കിയപ്പോൾ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. എന്താ ചെയ്യുക, നമ്മളറിയണവരൊക്കെ വേഗം പോവാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം. അപ്പോൾ എല്ലാവരും അവളുടെ വീഡിയോ ഒക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. അറിയാത്തവർ ഇനിയിപ്പോൾ ചുരുക്കം ആരും ഉണ്ടാവില്ല. എല്ലാവരും കണ്ടു. ഉസ്താദുമാരടക്കം അവരുടെ വീഡിയോയിൽ വരെ പറഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട്. എന്തായാലും അവളുടെ ഖബർ ജീവിതം സുഖമാക്കി കൊടുക്കട്ടെ പടച്ചോൻ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.